ഹലോ ഗൈസ്, ഈ പാതിരാത്രി എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്? മറ്റെങ്ങോട്ടും അല്ല, മോളെ കാണാൻ മാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് സൺഡേസ് ഇതാണ് ഞങ്ങളുടെ പരിപാടി. മാംഗ്ലൂർ എത്തി ഒരു ചായയും കുടിച്ച് നേരെ ഹോസ്റ്റലിൽ പോയി മോളെ എടുത്ത് നേരെ നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. മോള് നേരത്തെ ഞങ്ങളെ കാത്തും ഒരുങ്ങിയിരിക്കേണ്ടായിരുന്നു. നേരെ ഉടുപ്പി കഫേയിൽ കയറി എൻ്റെ മോളുടെ സ്ഥിരം കലാപരിപാടിയായ മിറർ സെൽഫി എടുത്ത് നേരെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാനെത്തി. ദോശ, ചീസ് ദോശ, പൊടി ഇഡ്ഡലി, ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 1 വീക്കായി ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ആ ഒരു സന്തോഷം ഞങ്ങളുടെ മുഖത്തും ഉണ്ട്. മാത്രല്ല, മോൾക്ക് പനിയുള്ളത് കൊണ്ട് റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ഹോട്ടലിൽ റൂം എടുത്ത് രണ്ടാളും കീ വാങ്ങിക്കുമ്പോൾ ഞാനിവിടെ എൻ്റെ സെൽഫി എടുക്കാട്ടോ. നേരെ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക്. റൂം നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അത്യാവശ്യം ലക്ഷറിയാണ്. ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലക്ഷറിയും ഇതിനുള്ളിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയത് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങിക്കാനായിരുന്നു. ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു പോകുമ്പോഴാണ് ഒരു കുഞ്ഞു മൊബൈൽ ഷോപ്പ് കാണുന്നത്. അവിടെ നിന്ന് നമ്മുടെ എല്ലാവരുടെ സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റി. പിന്നെ നേരെ സിറ്റി സെന്ററിൽ ഡ്രസ്സ്, അതെന്നും പെൺകുട്ടികളുടെ വീക്ക്നെസ് ആണല്ലോ. വീണ്ടും റൂമിലോട്ടെത്തി വേണം ഒന്ന് എനിക്ക് ഫ്രഷ് ആവാൻ. ഇവരെല്ലാം മോർണിംഗെ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. സോ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി നേരത്തെ വാങ്ങിയ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടു. ആഹാ, കൊള്ളാം. പിന്നെ കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു. വീണ്ടും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ ഫിഷ് മീൽ കിട്ടുമെന്ന് കേട്ട് ഓട്ടോ വിളിച്ച് ഹോട്ടൽ നാരായണയിലേക്ക് വെച്ച് പിടിച്ചു. ചെറിയ എന്നാൽ നല്ല തിരക്കുള്ള ഹോട്ടല്. സീറ്റ് കിട്ടാൻ ഒരു രക്ഷയില്ല. അവസാനം സീറ്റ് ഒപ്പിച്ച്. ഇവിടെ വെള്ളമല്ല ഗൈസ്, കഞ്ഞിവെള്ളമാണ് കൊടുക്കുന്നത്. ഇത് ഫിഷ് ഫ്രൈ ആണ്. ഇത് മാത്രം മതി ഒരു പറ ചോറിനാൻ. ഈവനിങ് കഫേയിൽ കയറി ലോഡഡ് ഫ്രൈസ് പാസ്ത ഓർഡറാക്കി. ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. പാസ്ത എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ആ ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു ടേസ്റ്റ് ചെയ്യാനുള്ള ആക്രാന്തം കൊണ്ട് ഇച്ചിരി ആക്രാന്തം കൂടി നൈസായി പൊള്ളി. അങ്ങനെ മോളെ തിരിച്ച് ഹോസ്റ്റലിലാക്കി വീണ്ടും നാട്ടിലേക്ക്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.